ഹായ്, വിജയ്ക്കും ജനനായകനും ഇപ്പോ കഷ്ടകാലമാണ്. 400 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ജനനായകൻ ഇപ്പോ പെട്ടുകിടക്കുകയാണ്. ജൂണിന് മുൻപ് ഈ സിനിമ റിലീസ് ചെയ്യില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. സിനിമയ്ക്ക് കനത്ത തിരിച്ചടിയാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, വിജയുടെ അവസാന സിനിമയാണ്. ഇപ്പോൾ വിജയ് സജീവമായി രാഷ്ട്രീയത്തിലാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് സിനിമയുടെ റിലീസ് നീണ്ടുപോകുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. വിജയ്ക്കിട്ടുള്ള 8ന്റെ പണിയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സിനിമയ്ക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന പണി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിനിമ 400 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഒരു സിനിമയാണ്. 121 കോടിക്കാണ് ഈ സിനിമയുടെ, അതായത് ജനനായകന്റെ OTT അവകാശം ആമസോൺ പ്രൈം സ്വന്തമാക്കിയത്. പക്ഷെ ഇപ്പോ ആമസോൺ പ്രൈം ആ ഡീലിൽ നിന്നും പിന്മാറിയിരിക്കുന്നു. അതായത് 121 കോടിയുടെ കരാറിൽ നിന്നും ആമസോൺ പ്രൈം പിന്മാറുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് വലിയൊരു സാമ്പത്തിക നഷ്ടമാണ് ജനനായകന് ഉണ്ടാക്കുക. ഇനി സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു തുകയ്ക്ക് ഒരു OTTക്കാരും സമ്മതിച്ചു എന്ന് വരില്ല. കാരണം ജനനായകൻ എന്ന സിനിമയുടെ റിലീസിംഗ് നീണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. വിജയുടെ ജനപിന്തുണയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇത്രയും വലിയൊരു ഡീൽ നടക്കാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ആമസോൺ പ്രൈം 85 കോടിക്കാണ് ദൃശ്യം 3 എന്ന മലയാള സിനിമ വാങ്ങിച്ചിരിക്കുന്നത് എന്നുള്ള വാർത്ത നമ്മൾ മുൻപേ പറഞ്ഞതാണ്. 2 ദിവസം മുൻപ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞു 85 കോടിക്കാണ് ദൃശ്യം 3 ആമസോൺ പ്രൈം സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന്. ആ തുക ദൃശ്യം 3യുടെ ബഡ്ജറ്റിന്റെ 3 ഇരട്ടിയാണ് എന്നുള്ളത് എടുത്തു പറയുന്നത്. അതായത് 85 കോടി എന്നുള്ളത് ദൃശ്യം 3യുടെ ബഡ്ജറ്റിന്റെ 3 ഇരട്ടിയാണ്. വലിയ ലാഭമാണ് OTT ഡീലിലൂടെ മാത്രം ദൃശ്യം 3 സ്വന്തമാക്കിയിരിക്കുന്നത്. മലയാള സിനിമയിലെ ഏറ്റവും വലിയ പണം വാരിപ്പടം ദൃശ്യമാവുമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി അങ്ങനെ ആയില്ലെങ്കിലും മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ലാഭം നേടുന്ന സിനിമയായിട്ട് ദൃശ്യം 3 മാറും എന്ന് ഉറപ്പായി കഴിഞ്ഞു. കാരണം OTT ഡീലിലൂടെ മാത്രം 50 കോടിക്ക് മുകളിലാണ് ദൃശ്യം 3 എന്ന സിനിമ ലാഭം ഉണ്ടാക്കിയിരിക്കുന്നത്. ദൃശ്യം 3യുടേതായിട്ട് ഒരു ടീസർ വരുന്നുണ്ട്. അത് ഈ മാസം 18-ാം തീയതി നമ്മൾക്ക് മുന്നിലേക്ക് എത്തും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് ട്രെയിലർ ഉണ്ടാവില്ല എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട്. 19-ാം തീയതി റിലീസ് ചെയ്യുന്ന സിനിമകളുടെ കൂടെ ദൃശ്യം 3യുടെ ടീസറും ഉണ്ടാവും. അതുപോലെ തന്നെ ദൃശ്യം 3യുടെ പോസ്റ്ററുകൾ പല സ്ഥലങ്ങളിലും പൊങ്ങിയിട്ടുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ഏപ്രിൽ 2 എന്നുള്ളത് തന്നെയാണ്. അതായത് ദൃശ്യം 3 റിലീസിംഗ് മാറ്റിവെക്കില്ല എന്നുള്ളത് തന്നെയാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് പല സ്ഥലത്തും പോസ്റ്ററുകൾ പൊങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയുടെ റിലീസിംഗ് മാറ്റിവെക്കാനുള്ള സാധ്യതയില്ല. എന്തായാലും ജനനായകന് കഷ്ടകാലമാണ്. അതുപോലെ ദൃശ്യം ലാഭങ്ങൾ കൊയ്തുകൊണ്ടേയിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ.